guys, welcome to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡ്രൈയിങ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലെ ഫസ്റ്റ് എക്യുപ്മെൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് അടുത്ത വീഡിയോ ഇന്നത് വേണം എന്നെന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. എന്താണ് ഡ്രൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസിൽ കുറച്ച് ലിക്വിഡ് അടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആ ഒരു സോളിഡിൽ നിന്നുള്ള ലിക്വിഡിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഡ്രൈയിങ്ങിൻ്റെ ഫലമായിട്ട് നമുക്ക് നല്ല സുന്ദരമായിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ്, ഡ്രൈ ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോളിഡാണ്. സോ ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പെർഫറേറ്റഡ് ആയിട്ടുള്ള, അതായത് താഴെ കുറച്ച് ഹോൾസ് ഉള്ള ഒരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ബൗളിൽ നമ്മുടെ ഡ്രൈ ചെയ്യാനുള്ള സോളിഡ് പാർട്ടിക്കിൾസ് നമ്മൾ അതിൽ വെച്ച് കൊടുക്കുകയാണ്. അത് വെച്ചതിന് ശേഷം അതിലോട്ട് ഹോട്ട് എയർ പാസ് ചെയ്യുന്ന സമയത്ത് ഈ സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ് ചെയ്യുന്നത്, എയറിൽ ഇങ്ങനെ ഹൈ ആയിട്ടുള്ള ഒരു ഹൈറ്റിൽ ഇങ്ങനെ പൊങ്ങുകയാണ് ചെയ്യുന്നത്. പൊങ്ങിപ്പോകുന്ന ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ ചുറ്റിലും എന്താ ചെയ്യുന്നത്, നമ്മൾ ഡ്രൈ എയർ പാസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു എയർ ഈ ഒരു ഓരോ പാർട്ടിക്കിൾസിൻ്റെ ചുറ്റിലും ഇങ്ങനെ പോയിട്ട് സെറ്റപ്പ് ചെയ്ത് ഈ ഒരു ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റിൽ എത്തുന്നതിലൂടെ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്, ഡ്രൈയിങ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഒരു പാർട്ടിക്കിൾസിന് ചുറ്റുമുള്ള മോയ്സ്ചർ കണ്ടൻറ്റിനെ മുഴുവൻ ഈ ഒരു ഹോട്ട് എയർ അബ്സോർബ് ചെയ്തതിന് ശേഷം ഇത് പിന്നെ ഈ എയർ പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു പാർട്ടിക്കിൾ സോളിഡ് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. ആൻഡ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷനിൽ വേറൊന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ സംഭവം തന്നെയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിലൊരു ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ബൗളുണ്ട്. ഈ ഡിറ്റാച്ചബിൾ ബൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാം, പുറത്തോട്ട് എടുക്കുകയും അതുപോലെ അകത്തോട്ട് വെക്കുകയൊക്കെ ചെയ്യാം. അതാണ് ഈ ഡിറ്റാച്ചബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ താഴെ കുറേ പെർഫറേഷൻസ് ഉണ്ട്. പെർഫറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓട്ട അല്ലെങ്കിൽ ഹോൾസ് ഉണ്ട്. ഈ ഒരു സാധനത്തിലാണ് നമ്മൾ നമ്മുടെ ഡ്രൈ ചെയ്യാനുള്ള സംഭവം എന്താണ്, ആ ഒരു സോളിഡ് പാർട്ടിക്കിൾസ് ഡ്രൈ ചെയ്യാനുള്ളത് മൗണ്ട് ചെയ്യുന്നത് ഈ ഒരു ഡിറ്റാച്ചബിൾ ബൗളിലാണ്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു എക്സ്ഹോസ്റ്റ് ഫാൻ ഉണ്ട്. ഈ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്, നമ്മൾ പറയുന്നത് ചൂട് കാറ്റ് അല്ലെങ്കിൽ ചൂട് എയർ ആണ് നമ്മൾ ഇതിനുള്ളിലോട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചൂട് എയർ കൊടുക്കുന്നത് പുറത്തോട്ട് സർക്കുലേറ്റ് ചെയ്യാതെ അകത്തന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടൻറ്റിനെ അബ്സോർബ് ചെയ്ത് വരുന്ന ഈ ഒരു കാറ്റെന്ന് പറയുന്നത് പുറത്തോട്ട് പോകാനായിട്ടാണ് ഈ ഒരു എക്സ്ഹോസ്റ്റ് ഫാന് മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഹീറ്റ് എക്സ്ചേഞ്ചർ, എയർ എക്സ്ചേഞ്ചറും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പുറത്തുള്ള ആ ഒരു മോയ്സ്ചറും അതുപോലെ ഹീറ്റിനും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറുമായിട്ടും ഇത് കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് ഇതിന് ഹീറ്റ് കൊടുക്കുന്നത്. ഈ ഒരു നമ്മൾ ഉള്ളിലോട്ട് അയക്കുന്ന ആ ഒരു എയറിൻ്റെ ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്. ഈ എയർ പാസ് ചെയ്യാനായിട്ട് ഒരു പ്രീ ഫിൽറ്റർ ഉണ്ട്. അതുപോലെ ഹോട്ട് എയർ ഉള്ളിലോട്ട് പോകാനും അതുപോലെ ഡ്രൈ ചെയ്തതിന് ശേഷമുള്ള എയർ പുറത്തോട്ട് പോകാനായിട്ടുള്ളൊരു ഔട്ട്ലെറ്റും സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ വർക്കിംഗ് എന്ന് പറയുന്നത്. ആ ഡിറ്റാച്ചബിൾ ബൗളിൽ നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സാധനത്തിലൂടെ നമ്മൾ ഇതിങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുക ആ ഭാഗത്ത്. അടുത്തത് നമ്മൾ അതിലോട്ട് നമ്മുടെ ഹോട്ട് എയർ ഇൻലെറ്റിലൂടെ ഹോട്ട് എയർ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഹോട്ട് എയർ നേരെ പോയിട്ട് അടിയിലുള്ള പെർഫറേഷൻസിലൂടെ നേരെ നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസിനെ ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നതാണ്. ഹൈ വെലോസിറ്റിയിലാണ് നമ്മളിത് പോകുന്നത്. 1.5 to 7.5 മീറ്റർ പെർ മിനിറ്റ് എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് നമ്മുടെ എയർ പാസ് ചെയ്യേണ്ടത്. ആൻഡ് ഈ ഒരു വെലോസിറ്റിയിൽ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസ് എന്താണ് ചെയ്യുന്നത്, താനേ അങ്ങ് മുകളിലോട്ട് പോകും. ഈ പൊങ്ങിയതിന് ശേഷം ഈ ഹോട്ട് എയർ നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ ചുറ്റിലും പോയിട്ട് അവിടുത്തെ മോയ്സ്ചറിനെയൊക്കെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഈ ഒരു ഹോട്ട് എയർ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്ലെറ്റിലൂടെ പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ പാർട്ടിക്കിൾസിനെ നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമുക്കൊരു 40 മിനിറ്റ്സിലൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഡ്രൈ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസൊക്കെ മുകളിലൊരു ഫിൽറ്റർ ബാഗ് ഉണ്ട്. ആ ഒരു ഫിൽറ്റർ ബാഗിൽ പോയിട്ട് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. ആ ഫിൽറ്റർ ബാഗിന് ലാസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം ഷെയ്ക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത്രയേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനും
പ്രിൻസിപ്പിളും അതുപോലെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടും വലിയ രീതിക്ക് അങ്ങോട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് വലിയ രീതിക്ക് വരയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അതിൻ്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മെയിനായിട്ടും ആ ഒരു എയറിൻ്റെ വെലോസിറ്റി നമ്മൾ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതുപോലെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ആവശ്യമുള്ളത്. അതുപോലെ ഇതിന് വളരെ നല്ല തേർമൽ എഫിഷ്യൻസി ഉണ്ട്. ഡ്രൈയിങ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ, ഇപ്പോൾ ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡ്രൈ ചെയ്ത് കിട്ടും എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിൽ നമുക്ക് ഡ്രൈയിങ് ചെയ്തെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഹാൻഡിൽ ചെയ്യുന്ന, അതായത് നമ്മൾ സാധനത്തിലോട്ട് വെച്ച് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ് മറ്റുള്ള എക്യുപ്മെൻറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, വെറുതെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്ത് വെക്കണം അങ്ങനെയൊന്നുമില്ല. ആദ്യം നമ്മൾ ആ ഒരു പെർഫറേറ്റഡ് ആയിട്ടുള്ള ബാസ്ക്കറ്റിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വരെയും അതിനകത്താണ് എല്ലാ പ്രോസസ്സും നടക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് മാത്രം കളക്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാർട്ടിക്കിൾസും അട്രീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയലിൻ്റെ വോൾസും തമ്മിൽ അട്രീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റിൽ വരുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസിനിടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഗ്രാനുവൽസിനെ ഡ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ ആണ്. അതുപോലെ തന്നെ ഗ്രാനുവൽസിന് കോട്ട് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്. ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷേ പഠിക്കാതെ വെറുതെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താ സംഭവം എന്ന് നമുക്ക് തോന്നും. സോ അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ അതിനുള്ള ആൻസർ തരുന്നതാണ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കാം. ആൻഡ് അടുത്ത ടോപ്പിക് എന്താണ് നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ ഏതാണ് കൂടുതലായിട്ടും വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കും എൻ്റെ ക്ലാസ്സുകൾ ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.